ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷൂസ് വ്ളോഗ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓറിയോ ചോക്കോബാറാണ്. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്കോബാറാണിത്. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 ചോക്കോബാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 3 പാക്ക് ഓറിയോ ബിസ്ക്കറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പാല് 1.5 ഗ്ലാസ്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ഡയറി മിൽക്ക് 3 എണ്ണം, നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിൽ എടുക്കാം, 1/4 കപ്പ് ബദാം. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പാക്ക് എടുത്ത് ഇതുപോലെ ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. 3 പാക്കറ്റും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൊത്തം പാലും ചേർക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ബിസ്ക്കറ്റ് പാക്കറ്റിൻ്റെ ഒരു എൻഡ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പാലിലേക്ക് മിക്സ് ചെയ്യുക. ബിസ്ക്കറ്റ് പാക്കറ്റിൻ്റെ എൻഡ് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ, സെൻറ്റർ പോർഷനൊന്നും കട്ട് ചെയ്യാൻ പാടില്ല. ബിക്കോസ് നമ്മൾ ഈ പാക്കറ്റാണ് പിന്നീട് ചോക്കോബാറിൻ്റെ മോൾഡായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ പാക്കറ്റും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് പാലിലേക്ക് ചേർക്കുക. ഇപ്പോൾ ഇവിടെ 3 പാക്കറ്റും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് എടുത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബിസ്ക്കറ്റ് പാക്ക് ഇതിലേക്ക് വെക്കുക. ഇനി ഈ 3 പാക്കിലേക്കും ബിസ്ക്കറ്റിൻ്റെയും പാലിൻ്റെയും മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. എല്ലാ പാക്കറ്റിൻ്റെയും ഒരു 1/4 ഭാഗം വരെ ഇത് ഫില്ല് ചെയ്യുക. 3 പാക്കും ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഓരോ പാക്കിലും ചോക്കോബാർ ഹോൾഡ് ചെയ്യാൻ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഞാനിതൊരു ഓവർനൈറ്റ് വെച്ചിട്ടാണ് ഫ്രീസ് ചെയ്തത്. ഇനി നമുക്ക് ഈ ചോക്കോബാർ ഡിപ്പ് ചെയ്യാനുള്ള ഒരു ചോക്ലേറ്റ് ഗനാഷ ഉണ്ടാക്കാം. അതിനായി ഒരു പാനിൽ വെള്ളം വെച്ച് തിളയ്ക്കാനാവുമ്പോൾ അതിലൊരു ബൗൾ വെച്ച് ചോക്ലേറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ബദാം ചേർക്കാം. ബദാം ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്ത ചോക്കോബാർ എടുക്കുക. അതിൻ്റെ കവർ ഇതുപോലെ റിമൂവ് ചെയ്യാം. ഈ ചോക്കോബാർ ഇനി ചോക്ലേറ്റ് ഗനാഷയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പ് ചെയ്യണം. എല്ലാ സൈഡിലും ചോക്ലേറ്റ് എത്താൻ ശ്രദ്ധിക്കണം. ഇതുപോലെ 3 ചോക്കോബാറും ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി ഈ ചോക്കോബാർ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചോക്കോബാർ ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓറിയോ ചോക്കോബാർ റെഡി ആയിരിക്കുകയാണ്. വളരെ സിമ്പിളല്ലേ? നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക് യു.